നിങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടതിൽ OTT ആയിക്കോട്ടെ തിയേറ്റർ ആയിക്കോട്ടെ ഏറ്റവും ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു മോശം സിനിമ ഏതാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഏതാന്നുള്ളത് കമന്റ് ചെയ്യാം. നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം ഏതാണ് അവരുടെ മോശം അനുഭവം ഏതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പടമാണ് റീസെന്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ഇത് കാണണ്ടായിരുന്നു തോന്നിയിട്ടുള്ള പടം? ഇല്ല, ഞാനിപ്പോ ഫൈനലായിട്ട് കണ്ടത് പ്രേമലു. അത് നല്ല ബെസ്റ്റ് മൂവി ആയിട്ട്. പ്രേമലുവിലെ മമിതയുടെ ഒരു കട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സിനിമ ആരെങ്കിലും പറഞ്ഞായിരുന്നോ അത് പറഞ്ഞിട്ടുണ്ട് എന്നോട്? മമിത വിചാരിച്ചു വന്നിട്ടുണ്ട്. ഇല്ലില്ല, അങ്ങനെ കണ്ടിട്ട് അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, മോശം പടം ഏതാണ് നിങ്ങൾ കണ്ടതില്? മോശം പടം ഞാൻ റീസെന്റ് ആയിട്ട് ഒന്നും വാച്ച് ചെയ്തിട്ടില്ല. ഒന്നും വാച്ച് ചെയ്തിട്ടില്ല. OTT കണ്ടിട്ടും വെറുപ്പ് തോന്നിയ ഒരു പടം തോന്നിയില്ല? ഇല്ല ഇല്ല, അങ്ങനെ തോന്നുന്നു. എല്ലാം ഇഷ്ടപ്പെടുന്നതാണോ? കൂടുതലാണ് അങ്ങനെ റിവ്യൂ നോക്കിയിട്ട് മാത്രമേ കാണാറുള്ളൂ. അത്രക്ക് അങ്ങനെ എഡിറ്റ് ആയിട്ടുള്ള ഫിലിം കാണുന്നത്. ഹിറ്റായിട്ടുള്ള പടങ്ങൾ മാത്രമായിട്ട് കാണാൻ ശ്രമിക്കാറുള്ളൂ, അല്ലാതെ സമയം സ്പെൻഡ് ചെയ്യാറില്ല വേറെ സിനിമകൾക്കും. ഓക്കെ. മായാവനം. മായാവനം എന്താണ്? അതൊന്നുമില്ല, കാണാനൊന്നുമില്ല, വളരെ മോശം. ഒന്നുമില്ല, പറയത്തൊക്കെ ഒന്നുമില്ല, വളരെ മോശം. ഒരു ആക്ടിങ് ആയാലും ടെക്നിക്കൽ സ്റ്റൈൽ ആയാലും എല്ലാം വളരെ മോശം. അതല്ലാതെ നിങ്ങളൊരു വലിയൊരു ഒരു ആക്ടറിന്റെ പടം ചെന്നിട്ട് തങ്കമണിയോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പടമാണ്, ഒട്ടും ഗുണമില്ല. ദിലീപിന്റെ പടം ഒരു ഗുണമില്ല. ക്ലീശയാണ്, ഓൾറെഡി ക്ലീശ മേക്കിംഗ് ആണ്. പിന്നെ നീത്താപ്പള്ളിയിലെ ആക്ടേഴ്സ് ഒന്നും അഭിനയിക്കുന്നില്ല, ഒരു ഗുണവുമില്ല. മുഴുവൻ കണ്ടിക്കാനൊന്നും തോന്നിയില്ല. തങ്കമണിയാണ് നടന്ന സംഭവമാണ്, പക്ഷെ പടം വളരെ മോശമാണ്. വൻ പ്രതീക്ഷയുടെ വന്ന ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒന്നുമില്ല. മലയാളമാണോ? മലയാളം അല്ലെങ്കിൽ ഏതായാലും. ഞാൻ തെലുങ്കൊക്കെ കാണാറുണ്ട്. അതില് ബാലയുടെ ഒരു സിനിമ ഇറങ്ങിയില്ലേ, ഭഗവന്ത് കേസരിയോ? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്? തെലുങ്ക് മൊത്തത്തിൽ ഇഷ്ടമല്ല. റീസെന്റ് ആയിട്ട് കണ്ടത്, എനിക്ക് സമയം കിട്ടിയപ്പോൾ അതെടുത്ത് ചുമ്മാ കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ മലയാളം സിനിമ കാണുന്നൊരു ഫീൽ ഉണ്ടാവില്ലല്ലോ, ഒരു ഒറിജിനാലിറ്റി. തെലുങ്കാണ്, എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. മലയാളത്തിലേതാണ്? മലയാളത്തിൽ പൊതുവെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ നെഗറ്റീവ് റിവ്യൂ വരുന്നത് കാണില്ല, പോസിറ്റീവ് വരുന്നത് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് കണ്ടതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ പ്രേമലു കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റിവ്യൂ നോക്കി നല്ല പോസിറ്റീവ് ആയതുകൊണ്ട് പ്രേമലു കാണാൻ വേണ്ടി വന്നു. ഈ മഞ്ഞുമല്ലു കൂടെ കാണും. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് ലാസ്റ്റ് കൂടെ മഞ്ഞുമല്ലു പോയി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വേറെ സിനിമ പോയിട്ടില്ല, എക്സാംസ് ആയതുകൊണ്ട്. മോശമായിട്ടുള്ളത് ഏറ്റവും നിങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടത്, അതായത് ഇപ്പോഴല്ല, ഈ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ കണ്ട ഏറ്റവും മോശം പടം? തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിലോ അല്ലെങ്കിൽ OTT-ലോ എങ്ങനെ ഉണ്ടായത്? അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കണ്ടിട്ട് കാണണ്ടായിരുന്നു തോന്നിയിട്ടൊരു പടം? ഓർമ്മയില്ല. നിങ്ങൾക്കോ? ഓർമ്മയില്ല. ഒരു പടമില്ല. എല്ലാം പടം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോ? മറ്റേ ഒരു കുഞ്ചാക്കോന്റെ ഒരു കുഴിയിലൊരു കഥയുള്ള ഒരു സിനിമയില്, കുഞ്ചാക്കോന്റെ കുഴിയിലോ? മറ്റേ ഒരു കേസിന്റെ കേസ് കൊടുക്കും. ആ പടം മോശമായിട്ടാണോ? മോശമായിട്ട് അത്ര വലിയ ഇത് ഇൻട്രസ്റ്റ് അത്ര ഹൈപ്പിനനുസരിച്ചുള്ള പടമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയോ? എനിക്കത് ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു, നല്ല പടമായിട്ട് തോന്നി. ഇവിടെ കേസോടാണ് മോശമായിട്ട് തോന്നിയത്. അങ്ങനെ ഒരു മൂവി ഓർമ്മ വരുന്നില്ല. ഇല്ല. മലക്കോട്ട വാലിബൻ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തോന്നി? കണ്ടില്ല. അതിപ്പോ എന്താ പറയാ, ഓർമ്മ വരുന്നില്ല, ഓർക്കാനുള്ള സമയം തരും. ആലോചിച്ച് നോക്കിയോ? അതിപ്പോ ഏതാ പറയാ, ഓർമ്മ വരുന്നില്ല, ഒന്നുമില്ല. ഏതോ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് സാധനം ഓർമ്മ വരുന്നില്ല. കുറേ ഉണ്ട്, ഒന്നുമില്ല. വാലിബിന് ഇഷ്ടപ്പെട്ടെന്നോ? വാലിബനോ? ഇല്ല, അതൊന്നും അങ്ങനത്തെ സിനിമ എനിക്ക് വലിയ താല്പര്യമില്ല. അല്ല, അങ്ങനെയല്ല, അതുപോലുള്ള ജേണർ ഇഷ്ടമാണ്, പക്ഷെ അത് ചെയ്യുന്ന രീതി മലക്കോട്ടെ വാലിബനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതാണ് റീസെന്റ് ഇപ്പൊ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞൊരു പടം. അതൊന്നും ഒരു തരത്തിലും എനിക്ക് ഇഷ്ടമായിട്ടില്ല.